ലേബർ കോഡിന്റെ കരട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു അമർഷം പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ മതിയായ ചർച്ചയ്ക്ക് അവസരം നൽകാതെയാണ് ലേബർ കോഡ് പാസ്സാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ 29 നിയമങ്ങൾ റദ്ദ് ചെയ്ത് 4 ലേബർ കോഡുകളാക്കി മാറ്റുകയാണ്. ലേബർ കോഡ് നടപ്പിലാക്കി വരുമ്പോൾ തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ജോലി സമയത്തിൻ്റെ പ്രശ്നം, കൂലി വ്യവസ്ഥ, മിനിമം കൂലി വ്യവസ്ഥ, ഇതെല്ലാം അട്ടിമറിക്കപ്പെടും. അതുകൊണ്ട് തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാനാതരത്തിൽ ജോലി സ്ഥിരത ഉൾപ്പെടെയുള്ള നാനാതരത്തിലുള്ള അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അതിസങ്കീർണമാകാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം പ്രധാനമായിട്ടും അവർ ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്. ഇന്ന് ഇന്ത്യക്കകത്ത് രൂപപ്പെട്ടു വരുന്ന ഒരു പ്രത്യേകത, കോർപ്പറേറ്റുകളും വർഗീയ ശക്തികളും ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ ആക്രമണ മുഖം ഇന്ത്യയിലെ തൊഴിലാളികൾക്കെതിരായിട്ടും കൃഷിക്കാർക്കെതിരായിട്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ആപത്തിൽ നിന്ന് തൊഴിലാളികളെയും കൃഷിക്കാരെയും രക്ഷിക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്ത് നിന്ന് ആവശ്യമായി വന്നിട്ടുള്ള പ്രശ്നം. ഇന്ത്യക്കകത്ത് ഈ കൃഷിക്കാരുടെ യോജിച്ച പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് ഉയർന്നു വന്നു. ഈ കൃഷിക്കാരോടൊപ്പം തൊഴിലാളികൾ കൂടി പങ്കുചേരുന്ന അവസ്ഥ വന്നു. അതിൻ്റെയും കൂടി നേട്ടമാണ് കാർഷിക മേഖലയിൽ 3 കരിനിയമങ്ങൾ റദ്ദ് ചെയ്യാൻ അവസരമുണ്ടായത്. ഇപ്പോഴും കൃഷിക്കാർ തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമരമുഖത്തുണ്ട്. ഇന്ന് ഇന്ത്യക്കകത്ത് ഇതിനെതിരായിട്ടുള്ള സമര നടപടികൾ ആരംഭിക്കുകയാണ്. അതിശക്തമായി ഈ സമരം മുന്നോട്ട് പോകും. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു വിവാദം ഉയർന്നു വന്നിട്ടുള്ളത്, ഇതിൻ്റെ ഈ ലേബർ കോഡ് പ്രാവർത്തികമാക്കുന്നതുമായി ബന്ധപ്പെട്ട റൂൾസ്, ചട്ടങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നു. അത് സർക്കാർ അറിയാതെ ഉദ്യോഗസ്ഥന്മാർ ചട്ടങ്ങൾ തയ്യാറാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാദം ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാനുകൂല്യം, തൊഴിലാളികൾ എന്ന് പറയുന്നത് പത്രപ്രവർത്തകർ ഉൾപ്പെടെയാണ്, അങ്ങനെയുള്ള എല്ലാ വിഭാഗം ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാനുകൂല്യങ്ങളും വെട്ടിക്കുറക്കാൻ അനുവദിക്കില്ല, ഇല്ലാതാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് വളരെ കർശനമായി കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെ ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റൂൾസ് ഇതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എങ്ങനെയാണത് വന്നത്, എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നുള്ളത് തൊഴിൽ വകുപ്പ് മന്ത്രി വ്യക്തമാക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാരണവശാലും ഇന്ന് തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാനുകൂല്യങ്ങളും വെട്ടിക്കുറക്കാൻ അനുവദിക്കില്ല. ലേബർ കോഡിൻ്റെ ഭാഗമായി തൊഴിലാളികളെ വേട്ടയാടുന്ന നിലപാടാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും കേരളത്തിൽ അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് സ്റ്റാൻഡ്. ഗവൺമെൻറ്റിൻ്റെ നിലപാടും തൊഴിലാളി സംഘടനകളുടെ നിലപാടും ഒന്നാണ്. അതുകൊണ്ട് BMS മാത്രമാണ് ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സംഘടന. മറ്റെല്ലാ സംഘടനകളും ഈ പ്രശ്നത്തിൽ യോജിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്.